നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നക്ഷത്രത്തിൻ്റെ 2024-25 വിഷു ഫലമാണ്. അത്തം നക്ഷത്രത്തെ സംബന്ധിച്ച് പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചുള്ള അനുഭവഫലമായിരിക്കും ഉണ്ടാവുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ തന്നെ ഉപരിപഠനത്തിന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടി വലിയ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഗൃഹപ്രവേശമൊക്കെ കാണുന്നുണ്ട്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അബദ്ധങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്പ്രചരണങ്ങളൊക്കെ നിഷ്പ്രഭമാകുന്നതായിട്ട് കാണുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നിങ്ങൾ സാരഥ്യം വഹിക്കാൻ ഇടവരുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ സ്വല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിദേശത്തുള്ളവരൊക്കെ അവധിയിൽ വന്ന് പിന്നീട് പുതിയ ഉദ്യോഗത്തിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴുള്ള ഉദ്യോഗത്തിൽ നിന്നും വിട്ടുമാറി നല്ലൊരു ഉദ്യോഗത്തിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അന്യർക്ക് പലർക്കും വേണ്ടി നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ വലിയ സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് ചില ആൾക്കാരൊക്കെ വരുമെങ്കിലും അവരുടെ ദുഷ്പ്രചരണങ്ങളിൽ നിങ്ങൾ വീണു പോകാതെ, അവിടെ തളർന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നത് മൂലം ജന്മനാട്ടിൽ തന്നെ ഉദ്യോഗം ശരിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വർഷം നിങ്ങൾക്ക് അമിതമായ സാമ്പത്തിക ചിലവുകൾ വരുമെങ്കിലും അതിനൊത്ത വരുമാനവും ഇവിടെ കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടത്തിലേക്ക് നിങ്ങൾ പുനരധിവസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും പരാജയ ഭീതിയോടെ ചെയ്യുന്നതെല്ലാം വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അകാരണമായ ഒരു പരാജയ ഭീതി നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാം വിജയത്തിൽ തന്നെ കലാശിക്കുന്ന ഒരു വർഷമാണിത്. വളരെ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ വിജയാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടാതെ വീട്ടമ്മമാരുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് ലോണുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ വീട്ടമ്മമാരെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നാളായിട്ട് രോഗപീഠകളാൽ ബുദ്ധിമുട്ടിയിരുന്നവരുടെയൊക്കെ രോഗശാന്തി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം ഈ വർഷം ഓഗസ്റ്റ് മാസത്തിന് ശേഷം വിവാഹം നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. വാഹന ലാഭം, ലോട്ടറി ലാഭമൊക്കെ ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം അത്തം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജലത്തിൽ നിന്ന് ചെറിയൊരു അപകടം സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് വഴക്കിട്ട് മാറി നിൽക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രമ്യതയിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ വർഷം വരുന്നത്. എന്നിരുന്നാലും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അസംഘടിത മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഡിപ്പോസിറ്റ് എന്ന രീതിയിൽ അവരുടെയൊക്കെ പണം പിടിച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊന്നും സമ്മതിക്കേണ്ട. ഉള്ളത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് കാണുന്നത്. ബന്ധുജന സമാഗമമൊക്കെ കാണുന്നുണ്ട്. ഉല്ലാസയാത്രയും പുണ്യയാത്രയും ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് കിടന്ന ഭൂമി തർക്ക വിഷയത്തിലുള്ള കേസുകളൊക്കെ ഒത്തുതീർപ്പാവുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ അപകീർത്തിക്ക് പാത്രമാക്കാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഈ അപകീർത്തിക്ക് പാത്രമായി നിങ്ങൾ തകർന്നു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ തളർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വർഷത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മന്ദഗതിയിലായി പോകുന്നത് കാണുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ ആർക്കും ജാമ്യം നിൽക്കാനോ മറ്റ് സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കാനോ ഒന്നും പാടില്ല. വിദ്യാർത്ഥികൾക്ക് പൊതുവെ മേന്മയായിട്ടുള്ള വർഷമായിട്ടാണ് കാണുന്നത്. എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നാളായി പ്രണയിച്ച് നടന്നവരുടെയൊക്കെ പ്രണയസാഫല്യം ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ ഗ്രഹം മോടി പിടിപ്പിക്കുക, ഗൃഹപ്രവേശമൊക്കെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായ വർഷമാണെങ്കിലും സാമ്പത്തിക ഭദ്രത വളരെയേറെയുണ്ട്. അല്ലാതെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം തരണം ചെയ്ത് പോകുന്നതിനായിട്ട് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നല്ലതായിരിക്കും. എല്ലാ ഞായറാഴ്ചയും നീലവസ്ത്രം
ധരിക്കുന്നതോ അത് കയ്യിൽ കൊണ്ട് നടക്കുന്നതോ നന്നായിരിക്കും. ഞായറാഴ്ച ദിവസം ഉപവാസം എടുക്കുന്നതും വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് അത്തം നക്ഷത്രക്കാരുടെ 2024-2025 വിഷുഫലം. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.